ഇതിൽ 5 സോങ്ങും 5 ഡിഫറെൻറ്റ് സ്റ്റൈൽ. ഒന്ന് ഫസ്റ്റ് സോങ് എന്ന് പറയുമ്പോഴത്തേക്ക് ലജ്ജാവതി, അത് ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. യങ്സ്റ്റേഴ്സ് അഭിനയിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ സബ്ജക്റ്റ് തീർച്ചയായിട്ടും പ്രസൻറ്റ് യൂത്തിൻ്റെ ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സിനിമയുടെ ടോട്ടൽ അപ്രോച്ചിലും അത് തന്നെയാണ്. People is basically a colorful youth movie. Like it's like like a school picnic மாதிரி சொல்லலாம். ஜாலியாக வரோம், லொக்கேஷனில் என்ஜாய் பண்ணுறோம். മലയാള സിനിമയ്ക്ക് എന്നും പുതുമകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള പ്രശസ്ത സംവിധായകൻ ജയരാജിന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് ഫോർ ദ പീപ്പിൾ. പരീക്ഷണാത്മകമായ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ജയരാജ് ഇക്കുറിയും അത്തരത്തിലുള്ള ചിത്രത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. രൂപത്തിലും ഭാവത്തിലും ആവിഷ്കാരത്തിലുമൊക്കെ പുതുമ വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. യുവത്വത്തിന് പ്രാധാന്യം നൽകിയാണ് അദ്ദേഹം ഫോർ ദ പീപ്പിൾ എന്ന ചിത്രം അവതരിപ്പിക്കുന്നത്. തമിഴിലും ബോളിവുഡിലുമൊക്കെ ഉണ്ടായ യുവത്വത്തിന്റെ തരംഗം ഈ ചിത്രത്തിലൂടെ മലയാളത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പുതിയ ചിത്രത്തെക്കുറിച്ച് ജയരാജിന് ഏറെ പ്രതീക്ഷയുണ്ട്. ഫോർ ദ പീപ്പിൾ തികച്ചും പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു സിനിമ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ കുറച്ചുകൂടി ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുള്ളൂ. പുതുമുഖങ്ങൾ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുക എന്നുള്ളത് മലയാളത്തിൽ വളരെ കുറവാണ്. 1-2 സിനിമകൾ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും അതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് എന്ന് വേണം പറയാൻ. യങ്സ്റ്റേഴ്സ് അഭിനയിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ സബ്ജക്റ്റ് തീർച്ചയായിട്ടും പ്രസൻറ്റ് യൂത്തിൻ്റെ ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സിനിമയുടെ ടോട്ടൽ അപ്രോച്ചിലും അത് തന്നെയാണ്. ഒരു ടോട്ടൽ ഒരു ഫ്രീക്ക് കൈൻഡ് എന്ന് വേണം പറയാവുന്ന ഇപ്പോഴത്തെ ഒരു യൂത്തിൻ്റെ മനസ്സ്. അവർ എന്തുകൊണ്ട് മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു? അവരെന്തുകൊണ്ട് തമിഴ് സിനിമയും ഹിന്ദി സിനിമയും മാത്രം ഇപ്പോൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ മലയാള സിനിമയിലേക്ക് വരുന്നുള്ളൂ? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നു അവരെ കൺവേ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സ്പർശിക്കാത്ത ഒരു അവസ്ഥയിൽ ഇപ്പം മലയാള സിനിമ മാറിയിട്ടുണ്ട്. കൺവെൻഷണലായിട്ടുള്ള ഒരുപാട് രീതികളിൽ വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഒരു അപ്രോച്ച്. കാക്ക കാക്ക എന്ന തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രാജശേഖറാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ഓരോ സീനും തികച്ചും പുതുമയാർന്ന വിഷ്വൽസിന്റെ അകമ്പടിയോടെയാണ് ജയരാജും രാജശേഖറും ചേർന്ന് ഒരുക്കുന്നത്. ശങ്കർ സംവിധാനം ചെയ്ത ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ ഭരതാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നല്ലൊരു ഡാൻസറും കൂടിയായ ഭരത്തിന്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഫോർ ദ പീപ്പിൾ. ഞാൻ ഭരത്. பேசிக்காக எனக்கு மலையாளம் வந்துட்டு இது கொஞ்சம் தான் ரொம்ப தெரியும். ஸோ வந்துட்டு this is my first launch in Malayalam movie. The movie's name is called For the People. I am doing as the character role called Vivek in this movie. என் கேரக்டர் பற்றி சொல்லணும்னு பார்த்தீங்கன்னா வந்துட்டு விவேக் இஸ் அ கைண்ட் ஆஃப் ட்ரீமர். அதாவது he dreams always in his life, he dreams about his future. நான் ஆக்சுவலி வந்துட்டு the previous movie I have been launched by Shankar in Boys. ஸோ அதுக்கப்புறம் நான் பேசிக்லி ஃப்ரம் மெட்ராஸ். ஸோ அதனால் வந்துட்டு எனக்கு மலையாளம் கொஞ்சம் பிரச்சனை. பட் இருந்தாலும் ஐ திங்க் யூ ஆடியன்ஸ் will adjust with it. இந்த படம் ஃபார் த பீப்புள் எடுத்துனீங்கன்னா, பிகாஸ் கேரளாவில் நான் ஷூட் பண்ணியிருக்குங்கிறது இட்ஸ் அ ஃபர்ஸ்ட் டைம். ஃபார் த பீப்புள் எடுத்துனீங்க பார்த்தீங்கன்னா வந்துட்டு எவ்ரி டே வாட் வி ஹவ் டன், எவ்ரி லொக்கேஷன் வாட் வி ஹவ் கான், வி என்ஜாய்ட். லைக் இட்ஸ் லைக் லைக் அப்போ ஸ்கூல் பிக்னிக் மாதிரின்னு சொல்லலாம். ஜாலியாக வரோம், லொக்கேஷனில் என்ஜாய் பண்ணுறோங்கிறது. ஸோ த செகண்ட் திங் வந்துட்டு ஐ வாண்ட் டு மென்ஷன் திஸ் பிகாஸ் as a director வந்துட்டு ஸ்கிரிப்டில் வந்துட்டு he doesn't director ஸ்கிரிப்டில் வந்துட்டு ஒட்டாமல் ஆர்டிஸ்ட்க்கு என்ன ஹைலைட் இருக்குங்கிறத கண்டுபிடிச்சி he is using us. So you take me as a dance and it's everything. See, because I am basically a professional dancer. So அந்த கேஸில் வந்துட்டு he used all my dancing to highlight in the screen. So அது ஒன்று. மற்றபடி பார்த்தீங்கன்னா வந்துட்டு For the People is basically a colorful youth movie. ടെലിവിഷൻ രംഗത്ത് അഭിനേതാവായും അവതാരകനായും ഒക്കെ ശ്രദ്ധ നേടിയ ഉണ്ണി ശിവപാലാണ് ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിലെ മറ്റൊരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ മുന്നിൽ വീണ്ടും ഇതുപോലെ എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വർഷങ്ങളായിട്ടുള്ള ജയരാജ് സാറിൻ്റെ ഒരു പരിചയം വെച്ച് എന്തോ ഒരു നിമിത്തം പോലെ ഇപ്പോഴാണ് എനിക്ക് ജയരാജ് സാറിൻ്റെ ഒരു പടത്തിൽ നല്ലൊരു ക്യാരക്ടർ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലൂടെ പ്രത്യക്ഷപ്പെടാൻ സാധിച്ചത്.
ഇപ്പം ഞാൻ പറയുന്ന പോലെ മാത്രമല്ല എൻ്റെ അപ്പിയറൻസിലും ഇതുപോലെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു വില്ലൻ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. സാറ് ശരിക്കും ഭയങ്കര പേഷ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടി. അത്ര അറ്റൻഷനോടുകൂടി എന്നെ നല്ലൊരു കെയർ തന്നിട്ടാണ് അഭിനയിപ്പിച്ചിരിക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. ജയരാജ് തന്നെ ഭീവത്സ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തിയ യുവ സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റാണ് ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾക്ക് വേണ്ടിയുള്ള സംഗീതം നിർവഹിക്കുന്നത്. ഒപ്പം ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിയ ലജ്ജാവതിയെ എന്ന ഗാനം ഉൾപ്പെടെ ഏതാനും ഗാനങ്ങളും ജാസി പാടുന്നുണ്ട്. മലയാളികളുടെ യാഥാസ്ഥിതികമായ ഗാനസങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ച ജാസി ഗിഫ്റ്റ് ഈ ചിത്രത്തിൽ പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച്. ഇതിൽ മൊത്തം 5 സോങ്ങാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 5 സോങ്ങും 5 ഡിഫറെൻറ്റ് സ്റ്റൈല്. ഒന്ന് ഫസ്റ്റ് സോങ് എന്ന് പറയുമ്പോഴത്തേക്ക് ലജ്ജാവതി, അത് ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. ഈ സോങ്ങിൽ ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു 2 ടൈപ്പുള്ള ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കും പോപ്പും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് എത്നോ പോപ്പ് എന്നൊരു കാറ്റഗറിയിലേക്ക് ഞങ്ങൾ ഈ മ്യൂസിക്കിനെ കൊണ്ടുപോയിരിക്കണം. സ്ഥിരം മലയാളം സിനിമ കൾച്ചർ എന്നുള്ള വ്യത്യാസമായിട്ട് ഒരു പുതിയ ട്രെൻഡ് വേണമെന്ന് ജയരാജ് സാറിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ആ നിർബന്ധപ്രകാരം ഇങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇതിൻ്റെ അകമ്പടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫോക്കിൻ്റെ ബേസും പിന്നെ റെഗെ എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സോങ്ങാണ് ലജ്ജാവതി. പിന്നെ ഇതിൽ രണ്ടാമത്തെ സോങ് എന്ന് പറയുമ്പോഴത്തേക്ക് ബെല്ലെ ഒരു ബാംഗ്ര മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോടുകൂടി നിൻ്റെ മിഴിമുന എന്നുള്ള സോങ്ങാണ് ഇതിൽ രണ്ടാമത്. അത് പാടിയിരിക്കുന്നത് ജോത്സ്നയും ഞാനുമാണ്. പിന്നെ ലോകസമസ്ത എന്ന് പറയുന്നൊരു സോങ് ഒരു ടെക്നോ പോപ്പിൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിൽ പെടുത്താം. അത് കൈതപ്പുറം തിരുമേനിയുടെ മോന് ദീപാങ്കുരൻ. പിന്നെ ഇതിൽ വേറെ 2 സോങ് അന്നൈക്കിളി പിന്നെ ഫോർ ദ പീപ്പിൾ എന്ന പാട്ട്. ഇതിൽ ഫഹദ് രാമവർമ്മ എന്നിവർ പാടിയിട്ടുണ്ട്. ഈ സോങ്ങുകളുടെ എല്ലാം ഒരു പുതിയൊരു ഫോർമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വോയിസ് കൾച്ചറാണ് ഇതിൽ ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ഫോർ ദ പീപ്പിൾ പോലെ പുതുമുഖങ്ങളെ വെച്ചൊരു ചിത്രം എടുക്കുമ്പോൾ അതിനാദ്യമായി വേണ്ടത് ഒരു നിർമ്മാതാവിനെയാണ്. അതിന് തയ്യാറായ നിർമ്മാതാവാണ് സാബു ചെറിയാൻ. ജയരാജനോടൊപ്പമുള്ള ഈ സംരംഭത്തെക്കുറിച്ച് നിറഞ്ഞ പ്രതീക്ഷയിലാണ് സാബു ചെറിയാൻ. ഫോർ ദ പീപ്പിൾ ഇങ്ങനെയൊക്കെ മുഴുവൻ പുതുമുഖങ്ങൾ വെച്ച് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ജയരാജാണ് ആദ്യം ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്. നമുക്ക് കംപ്ലീറ്റ് പുതിയ പിള്ളേരെ ഇട്ടൊരു പടം ചെയ്യാം എന്നൊരു സജഷൻ പറഞ്ഞത് ജയരാജാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇക്ബാലൊക്കെ ആയിട്ട് ഇരുന്നപ്പോൾ എന്നാൽ പുതുമുഖങ്ങൾ എന്നുള്ള രീതി നമ്മൾ ആ ഒരു ഫുൾ കൺസെപ്റ്റ് അങ്ങ് കൺസീവ് ചെയ്തുകൊണ്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ എല്ലാം പുതുമുഖങ്ങൾ എന്ന് വെച്ചാൽ ഇതുവരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ഇല്ലാത്ത മലയാള സിനിമയിൽ ആദ്യത്തെ സിനിമയായിരിക്കണം ഫോർ ദ പീപ്പിൾ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മുഖ്യമായിട്ടും അങ്ങനെ ഒന്ന് ചിന്തിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 1-2 എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്സിന് വേണ്ടി പോയപ്പോൾ 4-5 മാസമൊക്കെ താമസം വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആലോചിച്ചാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലെത്തിയത്. കേരള മനോരമ ചാനൽ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീഡിയോയുടെ താഴെ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തുടർന്ന് വലതുഭാഗത്ത് തെളിയുന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു.